നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. 2019-2020 വർഷത്തിൽ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയതായി വ്യവസായിയുടെ മൊഴി. തമിഴ്നാട്ടുകാരൻ ഡി മണിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. പോറ്റി ഇടനിലക്കാരനായപ്പോൾ പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള സംസ്ഥാനത്തെ ഒരു ഉന്നതനാണെന്നും SITക്ക് മൊഴി ലഭിച്ചു. ദുബായ് കേന്ദ്രീകരിച്ചാണത്രേ ഇടപാട് നടന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി പകരുന്നതായി റിപ്പോർട്ട്. ആലപ്പുഴ 8 വാർഡുകളിലും കോട്ടയത്ത് 3 വാർഡുകളിലുമാണ് നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകി. ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൽ CPM-നകത്ത് ആഭ്യന്തര തർക്കം മൂർച്ഛിച്ചതായി റിപ്പോർട്ട്. ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേടും പെരുമാറ്റവുമാണ് കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതെന്ന് പ്രാദേശിക നേതാക്കൾ ആരോപിച്ചു. കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പിടിവാശി പ്രശ്നമായെന്നും ചർച്ചയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയം മറിയം ജോസ് നോട്ടീസ് അയച്ചു. മുൻഗണനാ കാർഡുകൾ കിട്ടാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഈ മാസം 31-ാം തീയതി വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ നടപടിയെടുക്കാത്ത സർക്കാർ നയത്തിൽ വിമർശനം ശക്തമായി. അഴിമതി വ്യക്തമായ സാഹചര്യത്തിലും സർക്കാർ നിശബ്ദമായിരിക്കുന്നുവെന്നാണ് പരാതി. മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ അന്തരിച്ചിട്ട് ഇന്ന് 15 വർഷം തികയുന്നു. കോൺഗ്രസുകാരുടെ മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ എല്ലാം ലീഡറായിരുന്നു K കരുണാകരൻ. സ്വർണവില റെക്കോർഡിട്ടു. പവന് 1 ലക്ഷം രൂപ കടന്നു സ്വർണവില. ഇന്നലെ തന്നെ ലക്ഷം എത്താൻ 126 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.